സ്നേഹഹർഷം ഭാഗം 55. അവളുടെ മുഖം തനിക്ക് നേരെ പിടിച്ചു തിരിച്ചുകൊണ്ട് അവൻ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. അവൾ ഒന്നും മിണ്ടിയില്ല. അവൻ അവളുടെ മൂക്കിൻ തുമ്പിൽ മൃദുവായി ഉമ്മ വെച്ചു. പെണ്ണിന് പിണക്കവും ശുണ്ഠിയുമൊക്കെ മൂക്കിൻ തുമ്പത്താണല്ലോ. അത് ഞാനിങ്ങ് എടുക്കുക. അവളുടെ കണ്ണുകൾ പിടഞ്ഞു. കവിളുകളിൽ ഒരു ചുവപ്പ് രാശി പടർന്നു. ഇനിയും പിണക്കം മാറിയില്ലേ പെണ്ണേ? അവൻ അവളുടെ തുടുത്ത കവിളുകളിൽ ഉമ്മ വെച്ചുകൊണ്ട് ചോദിച്ചു. ഉള്ളിലുള്ള വിറയൽ മറച്ചു വെച്ചുകൊണ്ട് അവൾ ഹർഷനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. ഒന്നിങ്ങോട്ട് മാറിയേ, എനിക്ക് പോണം. അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനാ പെണ്ണേ? പിണക്കം മാറിയോന്ന് പറ, അത് കഴിഞ്ഞിട്ട് പോയാ മതി. പിണക്കം മാറിയില്ലെങ്കിൽ അത് മാറ്റാൻ എനിക്കറിയാം. അവളെ ചേർത്ത് പിടിച്ച് അവളുടെ പിങ്ക് നിറമാർന്ന ചുണ്ടുകളിലേക്ക് നോക്കിക്കൊണ്ടാണ് അവൻ അത് പറഞ്ഞത്. അവന്റെ ആ നോട്ടം മനസ്സിലായ അവളുടെ ഹൃദയത്തിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. ഇല്ല ഇല്ല മാഷേ, എന്റെ പിണക്കം മാറി. ഞാൻ അവൾ പതർച്ചയോടെ പറഞ്ഞു തീരുന്നതിന് മുന്നേ അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കി. ഒരു വേള അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. പിന്നെ അവന്റെ ചുംബനത്തിന്റെ തീവ്രതയിൽ ആ കണ്ണുകൾ കൂമ്പി അടഞ്ഞു. അവളുടെ കൈകൾ അവന്റെ ഷർട്ടിൽ മുറുകി. അല്പസമയത്തിന് ശേഷം അവളുടെ ചുണ്ടുകളെ മോചിപ്പിക്കുമ്പോൾ അവന്റെ മുഖത്ത് നോക്കാനാകാതെ അവൾ നാണത്തോടെ തലകുനിച്ചു. ഇപ്പോ ഇത്തിരി ബാക്കിയുണ്ടായിരുന്ന പിണക്കോ മാറിയല്ലോ അല്ലേ? അവൻ കുസൃതി ചിരിയോടെ ചോദിച്ചു. മാറി നിക്കങ്ങോട്ട്, അന്ന മനുഷ്യൻ. അവൾ കൃത്രിമ ഗൗരവം ഭാവിച്ച് അവനെ തള്ളിമാറ്റി പുറത്തേക്കോടി. വാതിലിന് വെളിയിൽ നിന്ന് ഭിത്തിയിലേക്ക് ചാരി നിന്ന് നെഞ്ചിൽ കൈവച്ച് അവൾ കിതപ്പടക്കി. തന്റെ ചുണ്ടുകളെ അവൻ സ്വന്തമാക്കിയ നിമിഷം അവളുടെ ഓർമ്മകളിലേക്ക് വീണ്ടും തെളിഞ്ഞു വന്നു. നാണത്താൽ കുതിർന്ന മുഖം അവൾ അമർത്തി തുടച്ച ശേഷം താഴേക്ക് പോയി. റൂമിനകത്ത് ഹർഷം കഴിഞ്ഞുപോയ ചുംബനത്തിന്റെ ലഹരിയിൽ തന്നെയായിരുന്നു. അവൻ സ്വന്തം ചുണ്ടുകളിൽ തൊട്ടു നോക്കിയ ശേഷം ആ ചുണ്ടുകളെ ഒന്ന് നുണഞ്ഞു. അപ്പോഴും അവളുടെ അധരങ്ങളുടെ മധുരം അവിടെ തങ്ങി നിന്നിട്ടെന്ന പോലെ. പിന്നെ അവൾ പോയ വഴിയെ നോക്കി നിൽക്കുമ്പോൾ അവന്റെ ചുണ്ടുകളിൽ ഒരു ചിരി തെളിഞ്ഞു നിന്നു. അമ്മ ചെടികൾ നനയ്ക്കുമ്പോഴാണ് സ്നേഹ അവർക്കടുത്തേക്ക് ചെന്നത്. അമ്മേ, ഞാൻ ഇന്ന് തിരികെ പോവുക. അത് കേട്ട അവർ അവളെ അന്തം വിട്ടു നോക്കി. അതെന്താ മോളെ ഇപ്പൊ അങ്ങനെ ഒരു തീരുമാനം? നിനക്കിവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇല്ലമ്മേ, എനിക്കെന്ത് പ്രോബ്ലം ഉണ്ടാവാനാ? ഞാനിവിടെ എത്ര ദിവസം എന്ന് വെച്ചാ നിക്ക? വീട്ടിലേക്ക് പോണല്ലോ, അതുകൊണ്ടാ. നിനക്കിവിടെ എത്ര നാള് വേണേലും നിക്കാല്ലോ മോളെ. ഇത് നിന്റെ കൂടി വീടാണെന്ന് കരുതരുതോ. അത് എന്റെ വീടാണെന്ന് കരുതാഞ്ഞിട്ടൊന്നും അല്ല അമ്മേ. എന്നാലും അവൾ പകുതി വഴിക്ക് നിർത്തി. അവളുടെ ഉള്ളിലെ പ്രോബ്ലം എന്താണെന്ന് ഏറെക്കുറെ ആ അമ്മയ്ക്ക് മനസ്സിലായിരുന്നു. പിന്നെ അവർക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. സ്നേഹ പോകുന്നുവെന്ന് പറഞ്ഞപ്പോൾ ആദിക്കും നന്ദുവിനും വിഷമമായി. എങ്കിലും അവൾ പറയുന്നതിലും ന്യായമുണ്ടെന്ന് അവർക്ക് അറിയാമായിരുന്നു. ഒടുവിൽ അമ്മയുടെയും ഏട്ടന്റെയും ഒക്കെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് അവൾ യാത്ര പിറ്റേന്നത്തേക്ക് മാറ്റിവെച്ചു. ഡൈനിങ് ടേബിളിനു ചുറ്റും കളിച്ചിരികളും തമാശകളുമായിരുന്ന് ആഹാരം കഴിക്കുകയാണ് ഹർഷും ആദിയും സ്നേഹയും നന്ദുവും അമ്മയും. അവനെതിരായി ഇരിക്കുന്ന സ്നേഹയുടെ മുഖത്തേക്ക് ഹർഷ് ഇടയ്ക്കിടെ ഒളികണ്ണിട്ട് നോക്കുന്നുണ്ട്. അവളാണെങ്കിൽ അത് ശ്രദ്ധിക്കാത്ത ഭാവത്തിൽ ഫുഡ് കഴിക്കുകയാണ്. ആദി അല്പനേരം രണ്ടുപേരെയും മാറി മാറി നോക്കി. പിന്നെ ചുണ്ടിലൊളിപ്പിച്ച ചിരിയോടെ ഉറക്കെ ഒരു പ്രഖ്യാപനം നടത്തി. മതിയടാ അച്ചൂട്ടാ, എന്റെ കാലുവേദന മാറി. ഇനി കൈകൂടി ഒന്ന് ഒഴിഞ്ഞതാ. കഴിച്ചുകൊണ്ടിരുന്ന ഹർഷിന് നെറുകയിൽ കയറി അവൻ ചുമയ്ക്കാൻ തുടങ്ങി. എന്താണ് സംഭവിച്ചെന്നറിയാതെ ഒരു നിമിഷം മറ്റുള്ളവർ മൂന്നും പകച്ചിരുന്നു. കാര്യം മനസ്സിലായ നന്ദുവാണ് ആദ്യം ചിരി തുടങ്ങിയത്. പിന്നാലെ അമ്മയും. സ്നേഹ എല്ലാവരെയും മാറി മാറി നോക്കി. ഇവിടെ ഇതെന്താ സംഭവിക്കുന്നതെന്ന മട്ടിൽ. അവൾ ഹർഷിനോട് കണ്ണുകൾ കൊണ്ട് എന്താണെന്ന് ചോദിച്ചു. അവൻ ഒന്നും മിണ്ടാനാവാതെ ആകെ ഇളിഭ്യനായിരിക്കുകയാണ്.
അതുകൂടി കണ്ടതോടെ ആദി പൊട്ടിച്ചിരിയോടെ അവളോട് ചോദിച്ചു, നിനക്കിതുവരെ എന്താ കാര്യമൊന്നും മനസ്സിലായില്ലല്ലേ? അവൾ ഇല്ലെന്ന് തലയനക്കി. ഏട്ടാ. ഹർഷ് ദയനീയമായി അവനെ വിളിച്ചു. എന്നാൽ അവനത് കേൾക്കാത്തതുപോലെ പറഞ്ഞു, എടി പൊട്ടി, നിന്റെ കാലാണെന്ന് കരുതി ഇത്ര നേരം ഇവൻ എന്റെ കാലൊഴിയുമായിരുന്നു. ആദി പറഞ്ഞത് കേട്ട് സ്നേഹയുടെ മുഖത്ത് ഒരു ചമ്മൽ പ്രത്യക്ഷപ്പെട്ടു. അവൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കുന്നു എന്ന വ്യാജേന പാത്രത്തിലേക്ക് മുഖം താഴ്ത്തി. വീണ്ടും അവിടെ കൂട്ടച്ചിരി മുഴങ്ങി. ഹർഷാണിൽ ഏത് ശകുനം പിടിച്ച നേരത്താണോ തനിക്കങ്ങനെ ചെയ്യാൻ തോന്നിയതെന്ന ഭാവത്തിൽ ഇരിക്കുമ്പോൾ സ്നേഹ കഴിച്ചു മതിയായിട്ടെന്ന പോലെ പാത്രവും എടുത്ത് കിച്ചണിലേക്ക് ഓടി. പാത്രം സിങ്കിലേക്കിട്ട് ഒന്ന് ദീർഘനിശ്വാസം എടുത്ത് കണ്ണുകൾ ഇറുക്കെ അടച്ചു പിടിച്ചു. അപ്പോൾ അവളുടെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടൊപ്പം കവിളുകളിൽ ഒരു ചുവപ്പ് രാശിയും പടർന്നിരുന്നു. വൈകുന്നേരം പോകാമെന്ന് ആദ്യം അവളോട് പറഞ്ഞെങ്കിലും അത് സ്നേഹപൂർവ്വം നിരസിച്ചുകൊണ്ട് അവൾ രാവിലെ തന്നെ പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോഴാണ് പാച്ചു വരുന്നത്. അവനെ കണ്ട സന്തോഷത്തിൽ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് സ്നേഹ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന കാര്യം അവനോട് പറയുന്നത്. അതിനവൻ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഒന്നും പറഞ്ഞില്ല. പകരം അവളുടെ കൈകൾ പിടിച്ചെടുത്ത് തന്റെ കൈകളിൽ പൊതിഞ്ഞു പിടിച്ച് ദയനീയമായി അവളെ നോക്കി. പിന്നെ ഒരപേക്ഷ പോലെ അവളോട് പറഞ്ഞു, ഡീ, ഒരു തവണ, ഒരേ ഒരു തവണ നിനക്ക് എൻ്റെ കൂടെ നമ്മുടെ വീട്ടിലേക്കൊന്ന് വന്നൂടെ? അവിടെ ഉള്ളവർക്ക് എന്താ പറയാനുള്ളതെന്നെങ്കിലും നിനക്കൊന്ന് കേട്ടൂടെ? ഒറ്റ തവണ മാത്രം മതി, ഒരേ ഒരു തവണ. ഇടർച്ചയോടെ അവൻ കെഞ്ചി. സാഹചര്യം കിട്ടിയപ്പോൾ നേരത്തെ തന്നെ പാച്ചു ഹർഷിനോട് കഥകളെല്ലാം പറഞ്ഞിരുന്നെങ്കിലും താൻ അറിഞ്ഞ കാര്യങ്ങളൊന്നും അവൻ സ്നേഹയോട് പറഞ്ഞില്ല. എപ്പോഴെങ്കിലും അവളായിട്ട് ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ അത് പറയാനൊരു സാഹചര്യം ഉണ്ടാവുകയോ ചെയ്യട്ടെ എന്നവൻ കരുതി. അതുമല്ലേൽ അവളുടെ മനസ്സ് കുറച്ചുകൂടി പാകപ്പെടുന്നതുവരെ കാത്തിരിക്കാമെന്ന് അവൻ തന്നെ തീരുമാനിച്ചു. പാച്ചുവിന്റെ വാക്കുകൾ കേട്ട് സ്നേഹ അവളുടെ കൈ പിൻവലിച്ചു. അവൾ ഹർഷിനെ നോക്കി. എന്നാൽ ഇതിൽ യാതൊരു അഭിപ്രായവും അവൻ്റെതായി ഇല്ലാത്ത മട്ടിൽ അവൻ ഒന്നും മിണ്ടാതെ ഇരുന്നു. അവൾക്ക് സ്വയം തീരുമാനിക്കാൻ പറ്റിയാൽ അതാണ് നല്ലതെന്നായിരുന്നു അവൻ ചിന്തിച്ചത്. സ്നേഹ എണീറ്റ് ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകുമ്പോൾ പാച്ചു നിറകണ്ണുകളോടെ ഹർഷിനെ നോക്കി. അവൻ സമാധാനിപ്പിക്കും വിധം പാച്ചുവിനെ നോക്കി കണ്ണടച്ച് കാണിച്ചു. അവന്റെ തോളിൽ തട്ടി അവന് ധൈര്യം പകർന്നു കൊടുത്തു. അവൾ ആലോചിക്കട്ടെടാ, എന്നിട്ട് അവള് തന്നെ തീരുമാനിക്കട്ടെ എന്താ വേണ്ടതെന്ന്, ഹർഷ് അവനോട് പറഞ്ഞു. എന്നാലും അച്ചുവേട്ടാ, അവൾ ഒരിക്കലെങ്കിലും അവൾ അങ്ങോട്ട് വരില്ലേ? അവൻ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ഹർഷിനോട് ചോദിച്ചു. പിന്നെ സ്വയം എന്നോണം പറഞ്ഞു, അവൾ വരും, അവൾക്ക് വരാതിരിക്കാനാവില്ല. വരില്ലേ എന്ന് സംശയം ചോദിച്ച പാച്ചു തന്നെ അവൾ വരുമെന്ന് പറഞ്ഞ് സ്വയം സമാധാനിക്കുന്നത് നോക്കി എന്ത് പറയണമെന്നറിയാതെ ഹർഷിരുന്നു. സ്നേഹ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് അമ്മ അകത്തേക്ക് കയറി വന്നത്. അവൾ ചിന്തകളിൽ മുഴുകി ആ നിൽപ്പ് തുടങ്ങിയിട്ട് ഏറെ നേരമായിരുന്നു. അവളുടെ മനസ്സ് ആകെ കലുഷിതമായിരുന്നു. ചിന്തകൾ നേരെ നിൽക്കുന്നില്ല എന്നവൾ തിരിച്ചറിഞ്ഞു. ആകെ മൊത്തം ഒരു മരവിച്ച അവസ്ഥ. ഈ ദുരിതക്കയത്തിൽ നിന്ന് എങ്ങനെ കരകയറണമെന്ന് അവൾക്ക് യാതൊരു രൂപവുമില്ലായിരുന്നു. കൂരിരുട്ടിൽ പെട്ടുപോയ അവസ്ഥയിലായിരുന്നു അവൾ. ഒരു മിന്നാമിനുങ്ങിന്റെ എങ്കിലും നുറുങ്ങുവെട്ടം അവൾ തേടി തളർന്നു നിൽക്കുമ്പോഴാണ് അമ്മ അവളുടെ തോളിൽ കൈ ചേർക്കുന്നത്. അവൾ അവരെ നോക്കി വേദനയോടെ പുഞ്ചിരിച്ചു. മോളെ, അമ്മയ്ക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. എന്താ അമ്മ ഇത്? അമ്മയ്ക്ക് എന്നോട് സംസാരിക്കാൻ എന്തിനായി മുഖവുര? അവൾ സങ്കടത്തോടെ ചോദിച്ചു. അതല്ല മോളെ, എന്തും പറയാവുന്ന തരത്തിൽ എത്ര അടുപ്പമുള്ളവരാണേലും ചില കാര്യങ്ങൾക്ക് ഇതുപോലെ മുഖവുര വേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്താണേലും അമ്മ പറയേ, അവൾ ചിരി വരുത്താൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മ അവളുടെ കൈ പിടിച്ച് ബെഡിൽ കൊണ്ടുവന്നിരുത്തി. മോൾ ഇവിടെ ഇരിക്ക്, അമ്മ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് എന്ത് വേണോ നിനക്ക് തീരുമാനിക്കാം.
അമ്മ എന്താണ് പറയാൻ പോകുന്നതെന്ന് മനസ്സിലായില്ലെങ്കിലും അവൾ സമ്മതഭാവത്തിൽ തലയിളക്കി. മോളെ, പാച്ചുവിന്റെ കുടുംബത്തിലാണ് നിന്റെ വേരുകളെന്നല്ലാതെ എന്താണ് ഏതാണെന്നൊന്നും നിനക്ക് അറിയില്ലല്ലോ. നിന്റെ ആരൊക്കെയാണ് അവിടെ ഉള്ളതെന്നെങ്കിലും അറിയണമെന്ന് നിനക്ക് ഒരിക്കലും തോന്നിയിട്ടില്ലേ? അവരുടെ ചോദ്യം കേട്ട് അല്പനേരത്തെ മൗനത്തിന് ശേഷം അവൾ പറഞ്ഞു, ഇതൊന്നും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയുന്നില്ല അമ്മേ. എന്റെ മനസ്സിലിപ്പോഴും എന്റെ പപ്പയും അമ്മയും തന്നെയാ എനിക്കെല്ലാം. അവരുടെ സ്ഥാനത്ത് എനിക്ക് വേറെ ആരെയും സങ്കല്പിക്കാൻ വയ്യ. അവിടേക്ക് എനിക്ക് വേറെ ആരെയും വേണ്ട. മമ്മ തന്നെയാ എന്നെ പ്രസവിച്ചത്. ഞാൻ എന്റെ പപ്പയുടെ മോള് തന്നെയാ. അങ്ങ് ജീവിച്ചാ മതി. എനിക്ക് എന്നും അങ്ങനെ ജീവിച്ചാൽ തന്നെ മതി. അവളുടെ വാക്കുകൾ ഇടറി വീണു. എല്ലാം ശരി തന്നെയാ മോളെ. നിന്റെ ആ ചിന്തകൾ മാറ്റണമെന്നൊന്നും അമ്മ പറയില്ല. പക്ഷെ സത്യം എന്താണെന്നറിയാനുള്ള അവകാശം നിനക്കുണ്ട്. അത് നീ അറിയുകയും വേണമെന്ന് തന്നെ എന്റെ അഭിപ്രായം. അതറിഞ്ഞിട്ട് നീ എന്ത് തീരുമാനം എടുത്താലും എപ്പോഴും ഞങ്ങളെല്ലാം മോളുടെ കൂടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഒരു വട്ടം കൂടിയെങ്കിലും മോള് പാച്ചുവിന്റെ ഒപ്പം പോണമെന്നാണ് അമ്മയ്ക്ക് തോന്നുന്നത്. അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് മോള് കേൾക്കണം. അല്പനേരം ആലോചനയിൽ മുഴുകിയിരുന്ന ശേഷം അവൾ പറഞ്ഞു, ശരി അമ്മേ, ഞാൻ പോവാം. അമ്മ പറഞ്ഞ പോലെ അവർക്ക് എന്താ പറയാനുള്ളതെന്നെങ്കിലും കേൾക്കണം. അവർക്ക് എന്നെ ഉപേക്ഷിച്ചതിന് എന്ത് ന്യായീകരണമാണ് പറയാനുള്ളതെന്ന് എനിക്കറിയണം. ഇപ്പോൾ അവളുടെ സ്വരത്തിൽ പതർച്ച ഉണ്ടായിരുന്നില്ല. അതെ മോളെ, മോൾ അവിടേക്ക് ഒരു തവണയെങ്കിലും പോണം. ചെന്നൊരുങ്ങി താഴേക്ക് വാ. ഞാൻ പാച്ചുവിനോട് പറയാം മോള് കൂടെ വരുന്നുണ്ടെന്ന്. അമ്മ താഴേക്ക് പോയതും ഒന്ന് ഫ്രഷായി വന്ന ശേഷം പാക്ക് ചെയ്യാമെന്ന് കരുതി അവൾ ബാത്റൂമിലേക്ക് കയറി. തുടരും. അപ്പോ ബാക്കി എന്താണെന്നറിയാൻ നാളെ വരെ കാത്തിരിക്കണേ. നാളെ ഇതേ സമയം.